നിങ്ങൾ പഠിക്കാനിരിക്കുന്നു, ബുക്ക് തുറക്കുന്നു ആൻഡ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും മനസ്സിങ്ങനെ വാണ്ടർ ചെയ്യാൻ തുടങ്ങുന്നു. വെറുതെ ഓരോ കാര്യങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഫോൺ എടുത്ത് വെറുതെ സ്ക്രോൾ ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? ഉറപ്പായിട്ടും അല്ലേ. അത് നിങ്ങൾ അത്ര കാര്യമാക്കില്ല. പക്ഷേ എക്സാമിൻ്റെ തീയതി അടുക്കും തോറും പേടി ഇങ്ങനെ വരാൻ തുടങ്ങും. പിന്നെ നിങ്ങൾ വേസ്റ്റ് ചെയ്ത സമയത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കും. കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നും. പക്ഷേ ഇന്ന് നമ്മൾ ആ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പഠിച്ചാലുണ്ടല്ലോ പിന്നെ എന്തും പഠിക്കാൻ പറ്റും. ആൻഡ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിരിക്കും. റെഡി അല്ലേ? ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഫസ്റ്റ്, എന്തിന് നമ്മൾ പഠിക്കണം എന്ന് നോക്കാം. ദി വൈ. എന്തിന് നിങ്ങൾ ഫോക്കസ് ചെയ്യണം, എന്തിന് നിങ്ങൾ പഠിക്കണം. ചില ആളുകൾക്ക് അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ, ആഗ്രഹിച്ച ജോലി നേടാൻ, ഫാമിലിയെ പ്രൗഡാക്കാൻ. ആൻഡ് മറ്റു ചിലർക്ക് തന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ യെസ് എനിക്ക് പറ്റും എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ടു പ്രൂവ് ദം റോങ്. പക്ഷേ ശരിക്കും നിങ്ങൾ എന്തിന് പഠിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. യുവർ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്. തിങ്ക് അബൌട്ട് ഇറ്റ്. ആലോചിച്ച് നോക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് 2 ചോയ്സാണുള്ളത്. ഒന്നല്ലെങ്കിൽ സമയം വേസ്റ്റ് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാം ആൻഡ് പിന്നീട് അത് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കാം. അല്ലെങ്കിൽ ഇരുന്ന് പഠിക്കാം ഫോക്കസ്ഡ് ആയിട്ട് ആൻഡ് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് കൂടുതൽ അടുക്കാം. നിങ്ങളിരുന്ന് പഠിക്കുന്ന ഓരോ മിനിറ്റും നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആൻഡ് ട്രസ്റ്റ് മീ, നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങളെ ഇപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളോട് നന്ദി പറയോ അതോ നിങ്ങളെ ഹെയ്റ്റ് ചെയ്യോ? യു ഡിസൈഡ്. സോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ശ്രദ്ധ കിട്ടാത്തത് എന്ന് നോക്കാം. ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഒന്നാമത്തെ കാര്യം ഡിസ്ട്രാക്ഷൻസ് ആണ്. എല്ലായിടത്തും ഡിസ്ട്രാക്ഷൻസ് ആണ്. നിങ്ങളുടെ ഫോൺ, സോഷ്യൽ മീഡിയ, നോട്ടിഫിക്കേഷൻസ്, ഇതെല്ലാം നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ബ്രെയിന് കൂടുതൽ ഇഷ്ടം കംഫർട്ടാണ്. യുവർ ബ്രെയിൻ ഈസ് വയർഡ് ഫോർ കംഫർട്ട്. പഠിക്കുന്നത് ബുദ്ധിമുട്ടാണ് ആൻഡ് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടം ഈസിയായുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിങ്ങനെ പറയുന്നത് ഫോൺ എടുക്ക്, ജസ്റ്റ് 5 മിനിറ്റ് അല്ലേ. പക്ഷേ പിന്നെ അങ്ങോട്ട് 1 മണിക്കൂർ അങ്ങോട്ട് പോയി കിട്ടും, ചിലപ്പോൾ അതിൽ കൂടുതൽ. മൂന്നാമത്തെ കാരണം, നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാവില്ല എന്നതാണ്. പഠിക്കണമെന്ന് വിചാരിച്ചിട്ടിരിക്കും, പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ പഠിക്കണം, ഇതൊന്നും അറിയില്ല. അപ്പോഴും നിങ്ങൾക്ക് പഠിക്കാൻ ഫോക്കസ് ഉണ്ടാവില്ല. സോ ഇതൊക്കെ സോൾവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 5 പ്രൂവൺ ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ടൈം പഠിക്കുമ്പോൾ ഈ ടെക്നിക്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്താൽ മതി. നമ്പർ 1, 5 മിനിറ്റ് റൂൾ. 5 മിനിറ്റ് പഠിച്ചേക്കാം എന്ന് സ്വയം പറയുക. ദാറ്റ്സ് ഇറ്റ്. 5 മിനിറ്റ് അല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കാനിരിക്കും, പക്ഷേ 5 മിനിറ്റ് ആയാലും നിങ്ങൾ പഠിത്തം നിർത്തില്ല, കുറച്ച് നേരം കൂടി പഠിച്ചിരിക്കും. ട്രൈ ഇറ്റ്. നമ്പർ 2, റിമൂവ് ഡിസ്ട്രാക്ഷൻസ്. ഇപ്പോഴത്തെ കാലത്ത് ഫോണാണ് പഠനത്തിൻ്റെ ഏറ്റവും വലിയ എനിമി. സോ ഫോൺ എടുത്ത് വേറെ റൂമിൽ കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിൽ ഇടുക, എന്നിട്ട് പഠിക്കുക. വേണമെങ്കിൽ സോഷ്യൽ മീഡിയ ബ്ലോക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യാം. നമ്പർ 3, പോമോഡോറോ ടെക്നിക്. 25 മുതൽ 30 മിനിറ്റ് വരെ പഠിക്കുക, ദെൻ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇതൊരു 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക, ദെൻ ഒരു ലോങ്ങർ ബ്രേക്ക് എടുക്കാം. യുവർ ബ്രെയിൻ വർക്ക്സ് ബെസ്റ്റ് ഇൻ ഷോർട്ട് ബേഴ്സ്. നമ്പർ 4, ക്രിയേറ്റ് എ സ്റ്റഡി റിച്വൽ. പഠിക്കുന്നത് ഒരു ശീലമാക്കാം. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കുക. അപ്പോൾ ആ ടൈം ആകുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും പഠിക്കാനുള്ള ടൈമാണ്, ഫോക്കസ്ഡ് ആവണം എന്ന്. ആൻഡ് അതേപോലെ പഠിക്കാനിരിക്കുമ്പോൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ബുക്സ്, വെള്ളം, നോട്ട്സ് 5 മിനിറ്റ് കൂടുമ്പോൾ ഓരോന്നോരോന്ന് എടുക്കാനായിട്ട് പോകരുത്. നമ്പർ 5, മേക്ക് സ്റ്റഡിങ് ഇമോഷണൽ. നന്നായിട്ട് ഫോക്കസ് ചെയ്യണോ എങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് പഠിത്തവുമായിട്ട് കണക്ട് ചെയ്യുക. ഇമാജിൻ ചെയ്യുക, നിങ്ങൾ എക്സാമിൻ്റെ അന്ന് കോൺഫിഡൻ്റ് ആവുമോ അതോ ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമോ? നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാരൻസിൻ്റെ മുഖത്തെ സന്തോഷം ഇമാജിൻ ചെയ്യുക. ആ മൊമെൻറ്റ് ഫീൽ ചെയ്യുക ആൻഡ് ആ ഇമോഷൻ നിങ്ങളെ പഠിക്കാനായിട്ട് പുഷ് ചെയ്തിരിക്കും. ഓക്കെ, നൗ ലിസൺ. ഇപ്പം നിങ്ങളെക്കാൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, നിങ്ങളെക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. നിങ്ങളിങ്ങനെ ടൈം വേസ്റ്റ് ചെയ്ത് കളയുമ്പോൾ വേറൊരാൾ അവിടെ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ടാവും ആൻഡ് അവർക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും. ആൻഡ് നിങ്ങളപ്പോൾ വേസ്റ്റ് ചെയ്ത സമയത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയും ചെയ്യും. ബട്ട് യു ഡോണ്ട് ഹാവ് ടു ബി ലൈക്ക് ദാറ്റ്. നിങ്ങളങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഒരു സ്റ്റുഡൻ്റ് അല്ല. സക്സസ് ആവാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുണ്ട്. ഫോക്കസ് ചെയ്യാൻ, പഠിക്കാൻ, ജയിക്കാൻ നിങ്ങൾക്കും സാധിക്കും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ യു. സക്സസ് ആവുന്നത് മോട്ടിവേഷൻ കേട്ടുകൊണ്ടിരിക്കുമ്പോഴല്ല, ഡിസിപ്ലിൻഡ് ആവുമ്പോഴാണ്. പഠിക്കണ്ട എന്ന് തോന്നുന്ന ദിവസങ്ങൾ വരും, ബട്ട് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇരുന്ന് പഠിക്കുക. ബിക്കോസ് ഓരോ തവണ പഠിക്കാനായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോഴും നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗോ, സ്റ്റഡി, ഫോക്കസ് ആൻഡ് മേക്ക് യുവർ സെൽഫ് പ്രൗഡ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.